ആ കുട്ടിയെടുത്ത് നിങ്ങൾക്ക് സംസാരിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ മാനസികാവസ്ഥ. വിളിക്കട്ടെ? മനസ്സിലായിരിക്കണം. ദേ കുട്ടി, ചിന്നുമോളെ ഇങ്ങോട്ട് പറഞ്ഞിട്ടെ. ഈ മെൻസിന്റെ ടോയ്ലറ്റിലോട്ട് ചിന്നുമോളെ എന്ന് പറഞ്ഞിട്ടെ. ചിന്നുമോളൊന്ന് വേഗം വേഗം വരാൻ പറയണേ. ഇപ്പൊ തന്നെ വരാൻ പറയണേ. കൊണ്ടുവിട്ടിട്ട് പോയിക്കോ. ഞാൻ ഇത്രയും ഡിപ്രഷൻ അടിക്കാനുള്ള കാരണം ആ കൊച്ചാണെന്നാണ് എനിക്ക് മനസ്സിലായത്. വരാൻ ലേറ്റ് ആവുമെങ്കിൽ ഒരു പരസ്യം ഇടട്ടെ. ചിന്നുമോളെ, നിന്റെ കാമുകന്റെ പേരെന്താ? അപ്പു. അപ്പു എത്ര ബിരിയാണി തരാന്ന് പറഞ്ഞ്? സാറേ, എന്റെ കൊച്ചിനെ വഴിയാതിരാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഉണ്ണിക്കുട്ടൻ നിനക്ക് എത്ര ബിരിയാണി? ഇപ്പൊ നിനക്ക് ഉണ്ണിക്കുട്ടനോടാണോ അപ്പുവിനോടാണോ സ്നേഹം? ഓക്കെ. തപ്പുടു നിനക്ക് എത്ര ബിരിയാണി തരാന്ന് പറഞ്ഞു? അപ്പൊ നിനക്ക് ഇപ്പൊ നിനക്ക് ആരാ? അപ്പുവിനോടാണോ തപ്പുടു കുട്ടനോടാണോ സ്നേഹം? കണ്ടോ കണ്ടോ? സ്വന്തം ക്ലോണൊക്കെ ഇപ്പൊ ഉണ്ടാക്കി. പണ്ട് 5 ഏക്കർ പന്നിത്തോട്ടത്തിന് വേണ്ടിട്ട് പോയതല്ലേ? 5 ഏക്കർ പന്നിത്തോട്ടത്തിന് പോയതോടാണോ 10 ബിരിയാണിക്ക് പോയത്? അത് വളർന്നു വരുമ്പോ 10 ഏക്കറിന് പൊക്കോളൂ. ചിന്നു ആന്റി ഇപ്പൊ വരാം. പോയിക്കോ. പറ. ഈ കൊച്ചു പിള്ളേര് വരും കാമുകനും ഒക്കെ ആയിട്ട് ഇവിടെ നടക്കുമ്പോ ബാബു എനിക്കില്ലേ ബാബു വിഷമം? അതായിരുന്നല്ലേ ടോപ്പിക്. അതിലേക്ക് വരാനായിരുന്നു ഇത്രയും വലിയ ഒരു ലെങ്തി സാധനം. മനസ്സിലായ? സീരിയലിലൊക്കെ ഒരാൾ അടിക്കുമ്പോ കണ്ടിട്ടില്ലേ? 3 എപ്പിസോഡിലാണ് സ്റ്റെയറിൽ നിന്ന് താഴെ വീഴണേ. തലയ്ക്ക് വട അടിച്ച് ചത്തുപോകുന്ന സീൻ. സ്റ്റെയറിൽ നിന്ന് 15ാമത്തെ സ്റ്റെപ്പ് വരെ എത്താൻ 3 ദിവസം എടുക്കും. അതിൽ 50 പരസ്യോ. മനസ്സിലായല്ലേ? ഈ സെയിം സ്കീമാണ് ഇവിടെ. ഇത് നേരെ